ഹായ് ഹലോ മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ പത്രമാറ്റ് എപ്പിസോഡിൽ അബിയുടെ അമ്മ ജലജയുടെ അടുത്തേക്ക് പോവുകയും ബുദ്ധിമതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കാര്യങ്ങളൊന്നും നടക്കാത്തതിനാൽ അബി അമ്മയെ കളിയാക്കുകയാണ്. അപ്പോൾ ജലജ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അബിയോട്. നിന്നെപ്പോലൊരു മകനുള്ളത് കൊണ്ടാണ് എൻ്റെ ഒരു കാര്യങ്ങളും നടക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അനിയും ആദർശമൊക്കെ ആ മുത്തശ്ശൻ്റെ സ്നേഹം പറ്റി ജീവിക്കുകയാണ്. നിന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ടി പുറപ്പെടേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് അബിയെ ജലജ. ഉടനെ അവരെ നയനയെ പുറത്താക്കണം, ഇനിയിപ്പോൾ അടുത്ത ആൾ കൂടി വരുന്നുണ്ട്, ഇനിയിപ്പം അവൾ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരെയും കാര്യം അതോ ഗതിയാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും. തുടർന്ന് കാണിക്കുന്നത് നയന അനിയുടെ അടുത്ത് ചൊല്ലുകയും ചായ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അനിയോട്. ഞാൻ വിചാരിച്ചു നീയാണ് മാല മാറ്റിയത് എന്നൊക്കെ ചിന്തിച്ചു, പക്ഷേ നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നെനിക്കറിയാം. അപ്പോൾ അനി പറയുന്നുണ്ട് ഞാനല്ല എടുത്തി അങ്ങനെ ചെയ്തത് എന്ന് പറയുകയും നയന സംസാരിക്കുന്നുണ്ട്. നല്ല ചിക്കനായി അനാമികയെ സ്നേഹിക്കുകയും അവളെ കാണുകയും ഇടയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അനി പറയുന്ന ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത് എന്നും എല്ലാവരെയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നും അനിയോട് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് അനാമികയോട് താല്പര്യമില്ല എന്ന് പറയുന്നത് സത്യം തന്നെ, പക്ഷേ എന്ന് വെച്ച് ഞാൻ ദൈവത്തിന് നിരക്കാത്തൊന്നും ചെയ്യില്ല എടുത്തി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അനിയെ ഒരുപാട് ഉപദേശിക്കുകയാണ് നയന. നീ പഴയ പോലെ ആവണം എന്നൊക്കെ പറയുകയും എന്നാൽ മാത്രമേ നന്ദുവിന് ഇവിടേക്ക് കയറി വരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നയനയും നവ്യയും സംസാരിക്കുന്നതാണ്. അതായത് ജലജയും അബിയെയും കുറിച്ച് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇന്ന് അവർ ചെയ്തതുപോലെ നടന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അമ്മയെ നമ്മളെയും പുറത്താക്കിയനെ എന്നൊക്കെ പറയുകയുണ്ട്. ഇതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ട് കനക. അപ്പോൾ കനക ഞെട്ടിപ്പോവുകയും മക്കളെ എന്ന് വിളിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം അവർ കനകയോട് സംസാരിക്കുകയും കനകയ്ക്ക് ഒരുപാട് ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നവ്യ പിന്നീട് സംസാരിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പാവമായ ശരിയാവില്ല, ഇതിനൊക്കെ തക്കതായ മറുപടി കൊടുക്കണം. ഇനി നാളെ ശരിക്കുമുള്ള മരുമകൾ എന്ന് വിളിച്ചുകൊണ്ട് നിൻ്റെ അമ്മായിയമ്മ അടക്കം വിളിച്ച ഒരുവൾ ഇവിടെ വരുന്നുണ്ട്. ഇനി അവൾ ഏത് ടൈപ്പാണെന്ന് അറിയില്ല, അപ്പോൾ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് പിന്നെ ആദർശേട്ടൻ്റെ അമ്മയോട് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും അപ്പോൾ കനക അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം തുടർന്ന് കാണിക്കുന്നത് ജലജ വൈൻ കുടിക്കാൻ പോകുമ്പോൾ കനക അവിടേക്ക് എത്തുകയായിരുന്നു. കനക ഒരുപാട് ദേഷ്യത്തോടെയാണ് ജലജയുടെ അടുത്തേക്ക് വന്നത്. എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ജലജ കുടിക്കുന്ന വൈൻ പിടിച്ചു വാങ്ങി കനക കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബോധം പകുതി നഷ്ടപ്പെട്ട നിലയിൽ ജലജയ്ക്ക് ഒരടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അടി കൊടുക്കുകയായിരുന്നു. ഇതിനുശേഷം അവിടെ കിടക്കടി എന്ന് പറഞ്ഞ് ജലജയെ കിടത്തിയിട്ട് കനക ഉറങ്ങുന്നു. ശേഷം രാവിലെ ജലജ എഴുന്നേറ്റ് വരുമ്പോൾ കനക ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നുണ്ട് കനക പറയുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വൈനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുടിച്ചത് എന്നും നീയാണല്ലേ മാല എൻ്റെ പെട്ടിയിൽ വെച്ചത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലായെന്ന് കനകയ്ക്ക് അറിയാമെന്ന് ജലജയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്.